വി ഡി സതീശൻ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ആദ്യ ക്യാബിനറ്റിന് ശേഷം തന്നെ പ്രഖ്യാപിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയത് ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഏതൊക്കെ പ്രഖ്യാപനം വരും എന്നതായിരുന്നു. അതിൽ എല്ലാവരെയും ആകർഷിക്കുന്ന സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, തലസ്ഥാനമാകെ ജനനിബിഡമായി എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ആളുകൾ കൂട്ടത്തോടെ എത്തുന്ന ഒരു കാഴ്ച കൂടി കണ്ടു. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലൊക്കെ തന്നെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായിരുന്ന സുരക്ഷാ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ആളുകൾക്ക് വരാൻ കഴിഞ്ഞൊരു പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു പ്രതീതി ആളുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു വലിയ ശൈലി മാറ്റം ഉണ്ടാകാൻ പോകുന്ന എന്നൊരു സന്ദേശം ഇന്ന് വി ഡി സതീശൻ നൽകുകയാണ്. അതായത് ഉമ്മൻചാണ്ടി എങ്ങനെയാണോ ആളുകളോട് പെരുമാറിയിരുന്നത് ആ രീതിയിലായിരിക്കും താൻ ഇനി പെരുമാറാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴും നെഹ്റു എന്ന ഒരു സോഷ്യലിസ്റ്റ് ആശയം ഉയർത്തിപ്പിടിക്കുന്ന നെഹ്റുവിൻ ഒരു രീതിയായിരിക്കും താൻ പിന്തുടരുക എന്നുകൂടി വി ഡി സതീശൻ പറയുകയാണ്. അങ്ങനെ ഒരു ജനപ്രിയത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ ആദ്യ ദിനം കടന്നുപോയത്. അതിനെ അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ഇനി ഈ സർക്കാർ ശ്രമിക്കുക. അതെങ്ങനെയൊക്കെ ആയിരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഏതായാലും സംസ്ഥാനം ഇനി മുന്നോട്ട് പോകുമ്പോൾ, UDF ഭരണത്തിന് കീഴിൽ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ്. സാമ്പത്തിക രംഗത്ത് എന്തൊക്കെ വി ഡി സതീശൻ ക്യാബിനറ്റ് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും, സാമ്പത്തിക നയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്, പ്രധാനപ്പെട്ടൊരു വെല്ലുവിളി കൂടിയാണ്. കാരണം കേന്ദ്ര സർക്കാരുമായുള്ള സഹകരണം ഇവിടെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാലോ, നമ്മൾ ബജറ്റ് കാലത്തൊക്കെ തന്നെ ചർച്ച നടത്തിയത് സംസ്ഥാനത്തിൻ്റെ പൊതുകടം വർദ്ധിച്ചു വരുന്നു എന്നതാണ്. ഏതാണ്ട് 4 ലക്ഷം കോടി രൂപയോളം കടമുണ്ട്. മാത്രമല്ല, നമ്മുടെ ബജറ്റിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടി രൂപ മുതൽ ഏതാണ്ട് 2 ലക്ഷം കോടി രൂപ വരെയാണ്. അതിലേതാണ്ട് 30,000 കോടി രൂപ കുറവാണ്. 30,000 കോടി രൂപ കുറവാണ്. കേന്ദ്ര സർക്കാർ ഈ ഒരു കുറവ് ഇപ്പോൾ നികത്തുന്നുമില്ല. ഇതൊരു വലിയ കുറവാണ്. കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ കുറവ് നികത്താൻ എന്തൊക്കെയായിരിക്കും വി ഡി സതീശൻ്റെ മാജിക് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ കുറവ് നികത്താതെ സാമൂഹ്യക്ഷേമ പദ്ധതികളുമായി മുന്നോട്ട് പോവുക ഒരു സർക്കാരിനെ സംബന്ധിച്ചും എളുപ്പമല്ല എന്നുള്ളതാണ്.